ഇന്നലെ ഈ സമയം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നെൽകർഷകരുടെ ദുരിതത്തെക്കുറിച്ചാണ്. അതിന് ഒരു പരിധിവരെ പരിഹാരമായിരിക്കുകയാണ്. ആ ഒരു നല്ല വാർത്ത കൂടി പങ്കുവയ്ക്കണമല്ലോ. സംസ്ഥാനത്ത് നെല്ല് സംഭരണം ഇന്ന് തുടങ്ങുമെന്ന് സർക്കാർ. കുട്ടനാട്ടിലും തൃശൂരിലും നെല്ല് സംഭരണം ഇന്ന് ആരംഭിക്കും. 2 മില്ലുടമകളുമായി ധാരണയിലെത്തിയതായി കൃഷിമന്ത്രി PR പ്രസാദ് പറഞ്ഞു. അതേസമയം സർക്കാർ മുന്നോട്ട് വെച്ച നഷ്ടപരിഹാരം അംഗീകരിക്കാൻ മില്ലുടമകൾ തയ്യാറായിട്ടില്ല. 2 മില്ലുകൾ ധാരണയുണ്ട്. ബാക്കിയുള്ളിടത്തെയും അത് സംഭരിക്കാൻ വേണ്ടി സപ്ലൈകോ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ സംഭരണം തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഗോഡൌണുകളും മറ്റും ഉണ്ടോ എന്ന് പാലക്കാട് പ്രത്യേകം നോക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നെല്ല് സംഭരിച്ച് അങ്ങോട്ടേക്ക് മാറ്റാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാടാണ് ഉള്ളതെല്ലാം. ആലപ്പുഴയിലാണ് വളരെ പെട്ടെന്ന് തന്നെ എടുക്കേണ്ടത് വരുന്നതെല്ലാം. കാരണം കുട്ടനാടിൻ്റെ പ്രത്യേകമായ ഒരു കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസരിച്ചുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇന്ന് തന്നെ നെല്ല് സംഭരണം ആരംഭിക്കണമെന്നാണ്, അത് എടുക്കണമെന്നാണ് ഞങ്ങൾ 2 മന്ത്രിമാരും കൂടി യോഗം ചേർന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അരുൺ സോളമൻ എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അരുൺ സോളമൻ. നെല്ലുടമകളുമായി ചർച്ച നടത്തി നെല്ല് സംഭരണം തുടങ്ങുന്നു. ആ 2 വരികൾ കേൾക്കുമ്പോൾ എല്ലാം റെഡിയായല്ലോ, എല്ലാം ശരിയായല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ഈ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന മില്ലുടമകളല്ല ചർച്ച നടത്തിയത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് എത്ര ആളുകൾക്ക്, എത്ര കർഷകർക്ക് ഒരു പ്രയോജനം കിട്ടുന്ന നെല്ല് സംഭരണം നടക്കാനുള്ള വഴിയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്? എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പൂർണ്ണമായും നെല്ല് സംഭരണം നടപ്പാക്കാനായി ഇനിയും സമയമെടുക്കുമോ? സുജയ, നിലവിൽ മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് മില്ലുടമകളുമായി നടത്തിയ ചർച്ച. ആ ചർച്ച പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യങ്ങളും അതിൽ ഒട്ടനവധി കാര്യങ്ങൾ സർക്കാർ കർഷകർക്ക് വേണ്ടിയും മില്ലുടമകൾക്ക് വേണ്ടിയും ഫേവർ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും തന്നെ അംഗീകരിക്കാൻ മില്ലുടമകൾ തയ്യാറായിട്ടില്ല. പ്രധാനമായും മില്ലുടമകൾ മുന്നോട്ട് വെക്കുന്നത് 65.5% നെല്ല് അരി വിതരണം ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് സർക്കാരിന് മുന്നിൽ മില്ലുടമകൾ അന്ന് പങ്കുവച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ കൃഷി വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയും നടത്തിയ ചർച്ചയിലാണ് നിലവിൽ ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ കഴിയില്ല, ഒരു ഇടക്കാല ആശ്വാസം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 2 മില്ലുടമകൾ മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ നെല്ല് സംഭരിക്കാനുള്ള ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. അതിനർത്ഥം ബാക്കിയുള്ള മില്ലുടമകൾ ഇപ്പോഴും പുറത്തു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. സർക്കാരിന്റെ ഈ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പരിഹാരത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് വ്യക്തമാണ്. താങ്ക് യു അരുൺ സോളമൻ.